ഹായ് എവരി വൺ, സിമ്പിൾ പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ അധ്യായം 6 സമരവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്ന പാഠമാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് കൂടുതലായിട്ടും 10th പ്രിലിംസിനൊക്കെ ഈ പാഠത്തെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ലെസൺ നമുക്കൊന്ന് വായിക്കാം, അതിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം പാഠം അധ്യായം 6 സമരവും സ്വാതന്ത്ര്യവും. ഈ പേജിൽ ഫസ്റ്റ് പേജിൽ നമുക്ക് തന്നിരിക്കുന്നത് ഗാന്ധിജി തൻ്റെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ നീലം കർഷകരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. നീലത്തിൻ്റെ കറ എന്നതാണ് ടൈറ്റിൽ. നമുക്കൊന്ന് ചമ്പാരൻ എന്ന പേരോ ആ പ്രദേശം ഇന്ത്യയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നോ നീലം കൃഷി ചെയ്യുന്ന തോട്ടങ്ങളെക്കുറിച്ചോ എനിക്ക് യാതൊരു ധാരണയുമില്ലായിരുന്നു. നീലത്തിൻ്റെ വലിയ ചാക്കുകെട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ചമ്പാരനിലെ സാധാരണ കർഷകർ വളരെയേറെ കഷ്ടതകൾ അനുഭവിച്ചാണ് നീലം ഉൽപ്പാദിപ്പിച്ചിരുന്നതെന്ന വസ്തുതയും എനിക്കറിയില്ലായിരുന്നു. രാജ്കുമാർ ശുക്ല എന്ന സാധാരണക്കാരനായ നീലം കർഷകൻ താൻ ഉൾപ്പെടുന്ന നീലം കർഷകരുടെ ദുരിതവും കഷ്ടപ്പാടും അവസാനിപ്പിക്കുവാൻ പരിശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് 1916 ലക്നൗവിൽ വെച്ച് എൻ്റെ അരികിൽ വന്നത്. എൻ്റെ നിർദ്ദേശപ്രകാരം 1916 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ ബ്രിജ് ബാബു കിഷോർ പ്രസാദ് നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിക്കുകയും ഐക്യകണ്ഠേന പാസാക്കുകയും ചെയ്തു. കാൺപൂരിലും ആശ്രമത്തിലും രാജ്കുമാർ എന്നെ പിന്തുടർന്നു. അവസാനം ഞാൻ കൽക്കത്ത സന്ദർശിക്കുന്ന അവസരത്തിൽ ചമ്പാരനിൽ എത്താം എന്ന് വാക്കുകൊടുത്തു. ഇതിൽ നിന്നും നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ എവിടെയാണ്? ചമ്പാരനിലെ നീലം കർഷക സമരമാണ് അല്ലേ. അപ്പോൾ ഈ ചമ്പാരനിലെ കർഷകരുടെ ദുരിതങ്ങളെക്കുറിച്ച് ഗാന്ധിജിയെ അറിയിച്ചതാരാണ്? അതിൻ്റെ ഉത്തരം എന്താണ്? അത് രാജ്കുമാർ ശുക്ല. അപ്പോൾ ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നത്തെക്കുറിച്ച് ഗാന്ധിജീനെ അറിയിച്ചതാരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് രാജ്കുമാർ ശുക്ല. രാജ്കുമാർ ശുക്ലയാണ് ഗാന്ധിജിയെ ഈ വിവരം അറിയിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതിൽ നിന്നും ചോദിച്ചിരിക്കുന്നത് ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്, ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഗാന്ധിജിയെ അദ്ദേഹം കണ്ടത്? 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്? 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ചിട്ട്. ദെൻ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം, ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1916 കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനത്തിൽ ബ്രിജ് ബാബു കിഷോർ പ്രസാദ് നീലം കർഷകരുടെ സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടൊരു പ്രമേയം അവതരിപ്പിച്ചു. അപ്പം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1916 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ ആരാണ് ഈ പ്രമേയം അവതരിപ്പിച്ചത്? അത് ബ്രിജ് ബാബു കിഷോറാണ്. ആരാണ്? ബ്രിജ് ബാബു കിഷോറാണ്. ഓക്കെ. ദെൻ അടുത്തത് നമുക്കപ്പം ഗാന്ധിജി ഇത്രയുമാണ് അവരെക്കുറിച്ച് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ബീഹാറിലെ ചമ്പാരനിൽ 1917 നടന്ന നീലം കർഷകരുടെ സമരത്തിൽ ഗാന്ധിജി പങ്കെടുക്കാൻ ഇടയായ സാഹചര്യമാണ് അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ വിവരിച്ചിരിക്കുന്നത്. അപ്പം നീലം കർഷക സമരം നടന്നത് എവിടെയാണ്? ബീഹാറിലെ ചമ്പാരനിൽ. ഏത് വർഷമാണ് നടന്നത്? 1917. അപ്പോൾ നീലം കർഷകരുടെ പ്രശ്നം ഗാന്ധിജീനെ അറിയിച്ചതാരാണ്? അത് രാജ്കുമാർ ശുക്ലയാണ്. ഇതിന് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1916 ലാഹോർ സമ്മേളനത്തിൽ, കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ ആരാണ് പ്രമേയം അവതരിപ്പിച്ചത്? അത് ബ്രിജ് ബാബു കിഷോറാണ്. ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ സാധാരണക്കാരുടെ വിശ്വാസവും അംഗീകാരവും നേടാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. അതിൻ്റെ കാരണങ്ങളാണ് പറയുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി നടത്തിയ സമരങ്ങൾ, അതുപോലെ തന്നെ സാധാരണക്കാരെ പോലുള്ള ജീവിത രീതി, അദ്ദേഹത്തിൻ്റെ ഭക്ഷണം, വസ്ത്രം, ഭാഷ എന്നിവ, അഹിംസയിൽ അധിഷ്ഠിതമായ സമരരീതി,
തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന രക്ഷകനായി ഗാന്ധിജിയെ ജനങ്ങൾ വിലയിരുത്തി. അപ്പോൾ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തി കഴിഞ്ഞ് അദ്ദേഹം ആദ്യമായിട്ട് പൊതുപ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് പറയുന്നത് ബീഹാറിലെ ചമ്പാരനിലെ 1917 കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഗാന്ധിജി സാധാരണക്കാരുടെ വിശ്വാസവും അംഗീകാരവും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതിൻ്റെ പ്രധാന കാരണങ്ങളായിട്ട് ഇവിടെ പറയുന്നത് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി നടത്തിയ സമരങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സാധാരണക്കാരെ പോലെയുള്ള ജീവിത രീതിയും അഹിംസയിൽ അധിഷ്ഠിതമായ സമരരീതി, തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗാന്ധിജി ഒരു രക്ഷകനായി വരുമെന്ന ജനങ്ങളുടെ വിലയിരുത്തലുമാണ് അതിന് കാരണങ്ങളായിട്ട് ഈ പാഠത്തിൽ പറയുന്നത്. ഗാന്ധിജിയും ദക്ഷിണാഫ്രിക്കയും. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ വാദിക്കുന്നതിനായാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്. ദർബനിൽ നിന്നും പ്രിട്ടോറിയയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം 1-ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ട്രെയിനിൽ നിന്നും ഇറക്കിവിട്ടു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന വർണ്ണവിവേചനത്തിൻ്റെ തീവ്രത അദ്ദേഹം മനസ്സിലാക്കി. അവിടെ ഉണ്ടായിരുന്ന 21 വർഷക്കാലവും ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരല്ലാത്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് അദ്ദേഹം ശ്രമിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് ആരുടെ കേസ് വാദിക്കാനാണ്? അതിൻ്റെ ഉത്തരം എന്താണ്? ദാദാ അബ്ദുള്ള. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് ആരുടെ കേസുകൾ വാദിക്കാനാണ്? അതിൻ്റെ ഉത്തരമാണ് ദാദാ അബ്ദുള്ള. അതുപോലെ തന്നെ ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം 1-ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന കാരണത്താൽ ഗാന്ധിജിയെ ഇറക്കിവിട്ട ട്രെയിൻ യാത്ര, അതിനെക്കുറിച്ച് PSC ചോദിച്ചിട്ടുണ്ട്. ഏതാണത്? അത് ദർബനിലെ പ്രിട്ടോറിയ എന്ന ട്രെയിൻ യാത്രയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്നും ചോദിച്ചിട്ടുള്ളത്, ഈ ഒരു ഗാന്ധിജിയും ദക്ഷിണാഫ്രിക്കയും എന്ന ഭാഗത്തു നിന്ന് നമ്മളോട് 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഗാന്ധിജി എത്ര വർഷക്കാലമാണ് ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നത്? അതിൻ്റെ ഉത്തരം എത്രയാണ്? 21. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഗാന്ധിജി ആരുടെ കേസ് വാദിക്കാനാണ് ദക്ഷിണാഫ്രിക്കയിൽ പോയത്? ദാദാ അബ്ദുള്ള. അതുപോലെ തന്നെ ഗാന്ധിജിയെ ഇറക്കിവിട്ട സ്റ്റേഷൻ ദർബനിലെ പ്രിട്ടോറിയ. ഗാന്ധിജി എത്ര വർഷക്കാലം ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നു? 21 വർഷക്കാലം. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദെൻ അടുത്തത് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ. ഇതെല്ലാം ഈ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സായിട്ട് തന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വർഷങ്ങളെല്ലാം വളരെ നല്ലതായിട്ട് പഠിക്കണം. ഇതിൽ നിന്നൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ഇടപെട്ട ചില പ്രാദേശിക സമരങ്ങൾ. അപ്പം ആദ്യം നമ്മൾ പറഞ്ഞു 1917 ബീഹാറിൽ ചമ്പാരനിലെ നീലം കർഷകരുടെ സമരത്തിലാണ് അദ്ദേഹം ആദ്യമായി പങ്കെടുത്തത്. ആരാണ് അദ്ദേഹത്തെ അറിയിച്ചത്? രാജ്കുമാർ ശുക്ല ഈ പ്രശ്നം ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഗാന്ധിജി ബ്രിജ് ബാബു കിഷോർ വഴി 1916 ലാഹോർ സമ്മേളനത്തിൽ ഇതിനെപ്പറ്റി സംസാരിക്കാൻ ആരോട് പറഞ്ഞു? ബ്രിജ് ബാബു കിഷോറിനെ ഏർപ്പെടുത്തി. ഇനി നമുക്ക് നോക്കാം. അഹമ്മദാബാദിലെ തുണിമിൽ സമരം, അത് ഗുജറാത്തിലെ 1918. അഹമ്മദാബാദ് തുണിമിൽ സമരം എവിടെയാണ്? ഗുജറാത്ത്. വർഷം 1918. ഖേദയിലെ കർഷക സമരം, ഗുജറാത്തിലാണ് ഖേദയിലെ കർഷക സമരവും 1918. അപ്പോൾ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യകാല സമരങ്ങൾ ഏതൊക്കെയാണ്? ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം, അത് ബീഹാറിലാണ് 1917. അഹമ്മദാബാദിലെ തുണിമിൽ സമരം ഗുജറാത്തിൽ 1918. ഖേദയിലെ കർഷക സമരം അതും എവിടെ തന്നെയാണ്? ഗുജറാത്തിൽ തന്നെയാണ്, 1918. ഇനി നമുക്കിവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, നോക്കിക്കേ. ഗാന്ധിജി ജനങ്ങളോട് സംസാരിക്കുന്നു.
ഇപ്പം നമുക്കതെന്താണെന്ന് വായിച്ചു നോക്കാം. ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നത്തിൽ ഇടപെട്ട ഗാന്ധിജി നിയമലംഘനവും സഹന സമരവും പോലുള്ള സമരരീതികളാണ് സ്വീകരിച്ചത്. അപ്പോൾ ഗാന്ധിജി ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നത്തിൽ ഇടപെട്ടു. അദ്ദേഹം എന്താണ് നിയമലംഘനവും സഹന സമരവും പോലുള്ള സമരരീതികളാണ് സ്വീകരിച്ചത്. ഗാന്ധിജിയുടെ ഇടപെടൽ നീലം കർഷകർക്ക് അനുകൂലമായ നിയമം പാസാക്കാൻ അധികാരികളെ നിർബന്ധിതരാക്കി. സമരത്തിനു ശേഷം ഗാന്ധിജി ചമ്പാരൻ്റെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. പ്രാഥമിക വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങളും വൈദ്യസഹായ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുകയും ചെയ്തു. പ്ലേഗ് ബോണസിനെ ചൊല്ലി 1918 അഹമ്മദാബാദ് തുണിമിൽ സമരത്തിലും ചമ്പാരനിലെ സമരരീതികളാണ് അദ്ദേഹം സ്വീകരിച്ചത്. അപ്പോൾ പ്ലേഗ് ബോണസിനെ ചൊല്ലിയുണ്ടായ സമരം ഏതാണ്? അത് അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് 1918. എവിടെയാണ് അത് നടന്നത്? അത് ഗുജറാത്തിലാണ് നടന്നത്. അപ്പോൾ ഗാന്ധിജി ഇവിടെയും നടത്തിയത് എന്താണ്? ചമ്പാരനിലെ പോലത്തെ തന്നെ ഒരു സമരരീതിയാണ് ഈ അഹമ്മദാബാദിലും ഗാന്ധിജി കൊണ്ടുവന്നത്. ഗാന്ധിജിയുടെ ഉപവാസത്തെ തുടർന്ന് അധികാരികൾ ശമ്പള വർധനവിന് സമ്മതിക്കുകയും സമരം അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ ഗാന്ധിജി ആദ്യമായിട്ട് ഇന്ത്യയിൽ നടത്തിയ ഒരു നിരാഹാരം അല്ലെങ്കിൽ ഉപവാസ സമരം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് അഹമ്മദാബാദ് തുണിമിൽ സമരമാണ്. അതിന് കാരണം എന്താണ്? 1917 അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗമാണ്. അവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് 10% വരെ ഈ പ്ലേഗ് രോഗം കാരണം മരണപ്പെട്ടു. രോഗഭീതി മൂലം തൊഴിലാളികൾ തൊഴിലുപേക്ഷിച്ച് പോകാതിരിക്കാനായി അവരെന്ത് ചെയ്തു? മുതലാളികൾ അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തു? അവർ ഈ കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ 80% ബോണസായിട്ട് നൽകാനാണ് തീരുമാനിച്ചത്. രോഗഭീതി ഒഴിഞ്ഞതോടുകൂടി ഈ ആനുകൂല്യം നിർത്തലാക്കിയതാണ് തൊഴിലാളികളെ സമരത്തിന് പ്രേരിപ്പിച്ചത്, അല്ലേ? അപ്പോൾ പ്ലേഗ് ബോണസ് നമുക്ക് അടുത്ത പേജിൽ തന്നിട്ടുണ്ട്. നോക്കിക്കേ, 1917 അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം അവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് 10% പേരെ കൊന്നൊടുക്കി. ഈ കാലയളവിൽ തൊഴിലാളികൾ അവരുടെ ശമ്പളത്തിൻ്റെ 80% വരെ ബോണസായി തൊഴിലാളികൾക്ക് നൽകിയിരുന്നു. രോഗഭീതി മൂലം തൊഴിലാളികൾ തൊഴിലുപേക്ഷിച്ച് പോകാതിരിക്കാനായി ഏർപ്പെടുത്തിയ ഈ സംവിധാനം ഒന്നാം ലോക യുദ്ധം കൊണ്ടുണ്ടായ വിലക്കയറ്റത്തെ പ്രതിരോധിക്കാൻ തൊഴിലാളികൾക്ക് സഹായകമായി. രോഗഭീതി ഒഴിഞ്ഞതോടുകൂടി ഈ ആനുകൂല്യം നിർത്തലാക്കിയതാണ് തൊഴിലാളികളെ സമരത്തിന് പ്രേരിപ്പിച്ചത്. അപ്പോൾ ഇതാണ് അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൻ്റെ പ്രധാന കാരണം. ഗാന്ധിജി ഇവിടെ ഇടപെട്ടു. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഉപവാസ സമരമാണ് ഏത്? അഹമ്മദാബാദിലെ തുണിമിൽ സമരമെന്ന് പറയുന്നത്. അടുത്തതായിട്ട്, വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന ഗുജറാത്തിലെ ഖേദയിലെ കർഷകരിൽ നിന്നും നികുതി പിരിക്കാൻ തീരുമാനിച്ച അധികാരികളുടെ നയത്തിനെതിരെ ഗാന്ധിജി നികുതി നിഷേധവും സത്യാഗ്രഹ സമരായുധങ്ങളായി ഉപയോഗിച്ചു. അതിൻ്റെ ഫലമായി സർക്കാർ നികുതി ഇളവുകൾ നൽകാൻ തയ്യാറായി. സത്യാഗ്രഹത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ആദ്യകാല സമരങ്ങൾ ഗാന്ധിജിയെ ജനസമൂഹത്തിൻ്റെ നേതാവാക്കി തീർത്തു. അപ്പോൾ ഖേദയിലെ സമരം 1918 ഖേദയിലെ സമരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവിടെ വരൾച്ചയും കൃഷിനാശവും മൂലം ജനങ്ങൾ ദുരിതത്തിലായിരുന്നു. അപ്പം അവിടെ എന്ത് ചെയ്തു? അവിടെ കർഷകരിൽ നിന്ന് നികുതി പിരിക്കാൻ അധികാരികൾ തീരുമാനിച്ചു. ഇതിനെതിരെ ഗാന്ധിജി നികുതി നിഷേധ സത്യാഗ്രഹം, അതായത് നികുതി കൊടുക്കില്ല, അതായത് ജനങ്ങൾ അവർക്ക് നികുതി കൊടുക്കില്ല, അതാണ് നികുതി നിഷേധം. പിന്നെ സത്യാഗ്രഹവും സമരായുധമായി ഗാന്ധിജി അവിടെ സ്വീകരിച്ചു. ഇതിൻ്റെ ഫലമായി സർക്കാരിന് ഗാന്ധിജിയുടെ മുൻപിൽ അടിയറവ് പറയേണ്ടി വന്നു. അവർ നികുതി ഇളവുകൾ നൽകാൻ വീണ്ടും തയ്യാറായി. സത്യാഗ്രഹത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ആദ്യകാല സമരങ്ങൾ ഗാന്ധിജി എന്ത് ചെയ്തു? അദ്ദേഹത്തെ ജനങ്ങളുടെ നേതാവാക്കി തീർത്തു. ഇപ്പോൾ വർഷങ്ങൾ ഓർത്തിരിക്കണം. ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നം 1917, അഹമ്മദാബാദ് തുണിമിൽ സമരം 1918, ഖേദയിലെ നികുതി നിഷേധം ഖേദ സത്യാഗ്രഹം 1918.
ഇനി നമുക്ക് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളുടെ ഫലം എന്തായിരുന്നു എന്നൊന്ന് നോക്കാം. ഗാന്ധിജിയുടെ സമര രീതിയും ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ മാത്രമായി അദ്ദേഹം ഒതുങ്ങി നിന്നിരുന്നില്ല. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നുവെന്നൊന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചിലപ്പോൾ നമ്മളോട് എക്സാമിന് ചോദിക്കും. ഗാന്ധിജിയുടെ സമര രീതിയും ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരായ ജനങ്ങളും ആകർഷിക്കപ്പെട്ടു. പട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിന് ഗ്രാമപ്രദേശങ്ങളിൽ വേരോട്ടമുണ്ടായി. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനായ ദേശീയ നേതാവായി ഗാന്ധിജി മാറി. ഗാന്ധിജിയെ ഇന്ത്യൻ ജനതയിലേക്ക് ഗാന്ധിജി വല്ലാത്തൊരു സ്വാധീനം ചെലുത്തുകയാണ് ഇതിലൂടെ ചെയ്തത്. അപ്പോൾ ഗാന്ധിജിയുടെ സമര രീതികളും ഗാന്ധിജിയുടെ അഹിംസാ രീതിയിലുള്ള ആശയങ്ങളുമെല്ലാം സാധാരണക്കാരെ വളരെയധികം ആകർഷിച്ചു. ഗാന്ധിജി ചലച്ചിത്രത്തിൽ, അതായത് ഗാന്ധിജിയെക്കുറിച്ച് ഒരുപാട് ചലച്ചിത്രങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായി. അപ്പം നമുക്ക് ഗാന്ധിജിയുടെ കുറിച്ചുള്ള ചിത്രങ്ങൾ റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത 8 ഓസ്കാർ അവാർഡുകൾ നേടിയ ഗാന്ധി എന്ന ചലച്ചിത്രം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടത്തിൻ്റെ ദൃശ്യാവിഷ്കാരമാണ്. അപ്പം ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആരാണ്? റിച്ചാർഡ് ആറ്റൻബറോ. ഗാന്ധി സിനിമയ്ക്ക് എത്ര ഓസ്കാർ അവാർഡുകൾ ലഭിച്ചു? 8 ഓസ്കാർ അവാർഡുകൾ ലഭിച്ചു അല്ലേ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടത്തിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ഏത് സിനിമ? ഗാന്ധി എന്ന സിനിമ. ഇനി ശ്യാം ബെനഗലിൻ്റെ മേക്കിംഗ് ഓഫ് മഹാത്മാ ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങളാണ് ചിത്രീകരിക്കുന്നത്. അപ്പം ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങളുടെ ചലച്ചിത്രാവിഷ്കാരമാണ് മേക്കിംഗ് ഓഫ് മഹാത്മാ. അതിൻ്റെ സംവിധായകൻ ആരാണ്? ശ്യാം ബെനഗലാണ്. ഇവ കൂടാതെ നിരവധി ചലച്ചിത്രങ്ങളും ഡോക്യുമെൻ്ററികളും ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊന്ന് നോക്കാം. ദേശീയ സമരത്തിലേക്ക് ഗാന്ധിജി ഇതുവരെ പ്രാദേശിക സമരങ്ങളിൽ ഒതുങ്ങി നിന്ന ഗാന്ധിജി ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? ദേശീയ സമരത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ പാസാക്കിയ റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ചു കൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് കടന്നു വന്നത്. അപ്പോൾ ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് ചുവടുവെക്കാനുണ്ടായ സംഭവം ഏതാണ്? ബ്രിട്ടീഷുകാരുടെ റൗലറ്റ് ആക്ട് ആണ്. റൗലറ്റ് ആക്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാൻ എന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് 1919 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണിത്. അപ്പം ഭീകരപ്രവർത്തനങ്ങൾക്ക് തടയാൻ എന്ന പേരിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ നിയമമായിരുന്നു 1919 റൗലറ്റ് ആക്ട്. ഈ നിയമപ്രകാരം ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കിൽ വയ്ക്കാമായിരുന്നു. അപ്പോൾ റൗലറ്റ് ആക്ട് പ്രകാരം എന്താണ്? ഏതൊരാളെയും വിചാരണ കൂടാതെ തടവിൽ വയ്ക്കാൻ സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ റൗലറ്റ് ആക്ട് വന്ന വർഷം 1919. റൗലറ്റ് ആക്ടിൻ്റെ എന്തൊക്കെയാണ് റൗലറ്റ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റൗലറ്റ് ആക്റ്റുമായിട്ട് നമ്മുടെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയ സെയ്ഫുദ്ദീൻ കിച്ലു, സത്യപാൽ എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാനായി 1919 ഏപ്രിൽ 13 ജനങ്ങൾ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടി. അമൃത്സർ പട്ടണത്തിൻ്റെ നിയന്ത്രണം ഈ സമയം പട്ടാളം ഏറ്റെടുത്തിരുന്നു. പട്ടാള മേധാവിയായ ജനറൽ ഡയർ തൻ്റെ ഉത്തരവ് ലംഘിച്ചു എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ 3 വശവും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട മൈതാനത്തിൻ്റെ പ്രവേശന കവാടത്തിൽ പട്ടാളക്കാരെ നിരത്തി.
നിരായുധരായ ജനങ്ങൾക്കു നേരെ വെടിവെക്കാൻ ഉത്തരവിട്ടു. 10 മിനിറ്റ് നീണ്ടുനിന്ന വെടിവയ്പിൽ 379 പേർ മരിച്ചു എന്നായിരുന്നു ഔദ്യോഗിക കണക്കെങ്കിലും മരണസംഖ്യ അതിൻ്റെ ഇരട്ടിയായിരുന്നു. ഇവിടെ നമുക്കൊരു ചിത്രകാരൻ്റെ ഭാവനയിൽ ഒരു ചിത്രം തന്നിട്ടുണ്ട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച്. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല റൗലറ്റ് നിയമത്തിനെതിരെ ജനങ്ങൾ പഞ്ചാബിലെ അമൃതസറിൽ ജനങ്ങൾ ഒത്തുകൂടി. കാരണം എന്താണ്? റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സെയ്ഫുദ്ദീൻ കിച്ലുവിനെയും സത്യപാലിനെയും അറസ്റ്റ് ചെയ്തു. ഇതിൽ പ്രതിഷേധിക്കാനാണ് ജനങ്ങൾ 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നാണ് 1919 ഏപ്രിൽ 13 അവരെവിടെയാണ് ഒത്തുകൂടിയത്? പഞ്ചാബിലെ അമൃതസറിൽ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ റൗലറ്റ് ആക്ട് ആണ്. അപ്പോൾ ഈ സമയം പട്ടാള മേധാവിയായ ജനറൽ ഡയറിൻ്റെ ഉത്തരവ് ലംഘിച്ചു എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു മുന്നറിയിപ്പുമില്ലാതെ ജനങ്ങൾക്ക് നേരെ വെടിവെക്കുന്നു. ഏകദേശം 379 പേർ മരണപ്പെട്ടുവെന്ന് പറയുന്നെങ്കിലും മരണസംഖ്യ അതിലും കൂടുതലായിരുന്നു. അപ്പോൾ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവി ആരാണ്? അദ്ദേഹമാണ് ജനറൽ ഡയർ. ഇന്ത്യയിലെമ്പാടും ശക്തമായ പ്രതിഷേധം രൂപപ്പെടുന്നതിന് ജാലിയൻ വാലാബാഗ് സംഭവം കാരണമായി. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി എന്നാണ് ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഗാന്ധിജി പ്രതികരിച്ചത്. അപ്പോൾ ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ആരാണ് ഇങ്ങനെ പറഞ്ഞത്? പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി. ഇതൊക്കെ നമുക്ക് PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ പാഠത്തിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും വരുന്നത് കൊണ്ടാണ് നമ്മളിത് പഠിക്കുന്നത്. 10th പ്രിലിംസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണിത്. അപ്പോൾ ഗാന്ധിജിയാണ് ഇങ്ങനെ പറഞ്ഞത്, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടു, പക്ഷെ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഇളക്കി. ഇതിൻ്റെ അടുത്ത പടിയായിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നിസ്സഹകരണ സമരവും ഖിലാഫത്ത് പ്രസ്ഥാനവും. അപ്പം നിസ്സഹകരണ സമരം നമുക്കിവിടെ ഒരു ബോക്സ് തന്നിട്ടുള്ളത് നോക്കിക്കേ. നിസ്സഹകരണ സമരം എന്നതുകൊണ്ട് തന്നെ എന്താണ്? സഹകരണമില്ല അല്ലേ? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമായിരുന്നു നിസ്സഹകരണ സമരം. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ സമരം ഏതാണ്? അതാണ് നിസ്സഹകരണ സമരം. റൗലറ്റ് വിരുദ്ധ സമരം നൽകിയ ആത്മവിശ്വാസം ബ്രിട്ടീഷ് ഭരണത്തോട് നിസ്സഹകരണം പ്രഖ്യാപിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചു. നിസ്സഹകരണത്തിൻ്റെ സവിശേഷതകൾ എന്തായിരുന്നുവെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നിസ്സഹകരണ സമരം എങ്ങനെയാണ് നമ്മൾ നടത്തിയത്? വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക, നികുതി നൽകാതിരിക്കുക, വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നിസ്സഹകരണത്തിൽ ഗാന്ധിജി മുൻപോട്ട് വെച്ച ആശയങ്ങൾ. ഇന്ത്യയിലെ ജനങ്ങൾ ഗാന്ധിജിയുടെ ആഹ്വാനം സ്വീകരിച്ചതിന് ചില ഉദാഹരണങ്ങളായി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. അവധിയിലെ കർഷകർ നികുതി നൽകാൻ വിസമ്മതിച്ചു അല്ലേ? നികുതി നിഷേധം നമ്മൾ പറഞ്ഞു. അപ്പോൾ അവധിയിലെ കർഷകർ എന്ത് ചെയ്തു? അവർ നികുതി നൽകാൻ വിസമ്മതിച്ചു. വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗക്കാർ വനനിയമം ലംഘിച്ച് വനത്തിനുള്ളിൽ പ്രവേശിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. അപ്പോൾ വനനിയമം ഇവർ കൊണ്ടുവന്നു. എന്താണ്? ഇവരുടെ അനുവാദമില്ലാതെ വനത്തിൽ കയറാനോ അവിടുത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളോ വിറകോ അങ്ങനെയുള്ളതൊന്നും ശേഖരിക്കാൻ പാടില്ല. വന ഉൽപ്പന്നങ്ങളൊന്നും ഈ ഗോത്രവർഗ്ഗക്കാർക്ക് എടുക്കാൻ പാടില്ല എന്നായിരുന്നു. പക്ഷേ വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗ്ഗക്കാർ ഈ വന നിയമം ലംഘിച്ചുകൊണ്ട് അവർ വനത്തിനുള്ളിൽ പ്രവേശിച്ച് ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചു. ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ ചുമടുകൾ എടുക്കാൻ വിസമ്മതിച്ചു. തൊഴിലാളികൾ പണിമുടക്കി. കണ്ടോ, സാധാരണക്കാരായ ജനങ്ങളാണ് ഗാന്ധിജി കൂടുതൽ ആകർഷിച്ചത്. കാരണം ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങൾ അവരെ വളരെയധികം സ്വാധീനം ചെലുത്തി. വക്കീലന്മാർ കോടതിയിൽ പോകാൻ വിസമ്മതിച്ചു.
വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സ്കൂളുകൾ കോളേജുകളും ഉപേക്ഷിച്ചു. സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചു. അപ്പോൾ ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിജി ആഹ്വാനം നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് ജനങ്ങൾ തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ചർക്കയിൽ നൂൽ നൂറ്റ് ഖാദി വസ്ത്രങ്ങൾ നെയ്യുകയും ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ഹിന്ദി പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഗാന്ധിജി നിസ്സഹരണത്തോടൊപ്പം പറഞ്ഞത് എന്താണ്? സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് ഗാന്ധിജി അവരെ സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും അതുപോലെ തന്നെ ഉത്പാദിപ്പിക്കാനും ഗാന്ധിജി അവരെ പ്രേരിപ്പിച്ചു. ഗാന്ധിജിയുടെ ചർക്ക നമുക്ക് പിക്ചറിൽ കാണാം. സബർമതി ആശ്രമത്തിൽ ആണ് ഇതുള്ളത്. അതിൻ്റെ പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതോടെ തന്നെ എന്തൊക്കെയുണ്ടായി? ചർക്കയിൽ നൂൽ നൂറ്റ് ഖാദി വസ്ത്രങ്ങൾ നെയ്തു, പിന്നെ ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിച്ചു, ഹിന്ദി പ്രചരിപ്പിക്കുകയും ചെയ്തു. ഐത്തോച്ചാടന പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായിരുന്നു. അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങൾക്ക് ഉദാഹരണമാണ് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മില്ലിയ തുടങ്ങിയവ. അപ്പോൾ ഈ നമ്മൾ വിദ്യാലയങ്ങളൊക്കെ വിദ്യാർത്ഥികൾ ബഹിഷ്കരിച്ചു. ഇതിനെ തുടർന്ന് ആ കാലഘട്ടത്തിൽ 1919 കാലഘട്ടത്തിൽ ഉയർന്നു വന്ന സ്കൂളുകൾ വിദ്യാലയങ്ങളാണ് ഏതൊക്കെയാണ്? കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മില്ലിയ തുടങ്ങിയ സ്കൂളുകൾ. ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ദേശീയ വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നമ്മളോട് ഇങ്ങനെ ചോദിക്കാം: ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകിയ പ്രക്ഷോഭം ഏതാണ്? ഏത് പ്രക്ഷോഭമാണ് അത്? നിസ്സഹകരണ സമരമാണ്. നിസ്സഹകരണ സമരത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട ദേശീയ വിദ്യാലയങ്ങൾ ഏതൊക്കെയാണ്? കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മില്ലിയ. ഈ ഭാഗത്തു നിന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഇനി അടുത്തത്, നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഖിലാഫത്ത് നേതാക്കളായ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി, അവരുടെ പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. അലി സഹോദരന്മാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനവും നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സമയത്ത് തന്നെ ശക്തി പ്രാപിച്ചു. അപ്പം ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളാണ് മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തിയതിലൂടെ ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തിയതിലൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ സജീവ സാന്നിധ്യം ഉറപ്പാക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. ഗാന്ധിജി ഖിലാഫത്ത് നേതാക്കളോടൊപ്പം ഇന്ത്യയിലുടനീളം സഞ്ചരിച്ചു, അല്ലേ? അപ്പോൾ ഒരു സൗഹാർദ്ദം ഉണ്ടാക്കാനായിട്ട് ഗാന്ധിജി അവിടെയും ശ്രമിച്ചു. അദ്ദേഹം ഈ ഖിലാഫത്ത് നേതാക്കളോടൊപ്പം ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ഇതിൻ്റെ ഫലമായി ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഇന്ത്യയുടെ മുക്കിലും മൂലയിലും എത്തി. ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെട്ടു. അപ്പോൾ ഈ ഖിലാഫത്ത് പ്രസ്ഥാനം ഉണ്ടാകാൻ കാരണം എന്താണ്? അവിടെ ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഭരണാധികാരിയും ലോക മുസ്ലിമുകളുടെ ആത്മീയ നേതാവുമായിരുന്ന ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്താനുള്ള ബ്രിട്ടൻ്റെ ശ്രമങ്ങൾക്കെതിരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. അപ്പോൾ ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത അലി സഹോദരന്മാരാണ് മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. അതുപോലെ തന്നെ ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തിയതിലൂടെ എന്താണ് ഇവിടെ ഹിന്ദു മുസ്ലിം ഐക്യം ഊട്ടിയുറപ്പിക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ ജനങ്ങൾക്കു നേരെ പോലീസ് വെടിവെച്ചതിൽ രോഷാകുലരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ടു. 22 പോലീസുകാർ കൊല്ലപ്പെട്ട ഈ സംഭവം ഗാന്ധിജിയെ വേദനിപ്പിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. അപ്പോൾ ചൗരി ചൗര സംഭവം 1922 ചൗരി ചൗര സംഭവം. ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുകയും നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനും ഇടയായ സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചൗരി ചൗര സംഭവം
സംഭവമാണ്. ചൗരി ചൗര എന്ന ഗ്രാമം ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശിലാണ്. അപ്പം ഈ ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ ജനങ്ങൾക്ക് നേരെ പോലീസ് വെടിവെച്ചു. അതിൽ രോഷാകുലരായ ജനങ്ങൾ എന്തു ചെയ്തു? അവർ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ടു. 22 പോലീസുകാർ, എത്ര പോലീസുകാരാണ്? 22 പോലീസുകാരാണ് അതിൽ മരിച്ചത്. ഇത് ഗാന്ധിജിയെ വളരെയധികം വേദനിപ്പിക്കുകയും ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. പക്ഷേ നമ്മുടെ ഗാന്ധിജി ഈ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത് പലർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല. സുഭാഷ് ചന്ദ്രബോസ് അതിനെക്കുറിച്ച് പറഞ്ഞത് എന്തെന്നാൽ, പൊതുജന വികാരം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല എന്ന് സമരം അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിച്ചതിനെക്കുറിച്ച് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞ വാക്കുകളാണിവ. ഇനി അടുത്തത് നമുക്ക് പൂർണ്ണ സ്വരാജ് സിവിൽ നിയമലംഘനം എന്ന ടോപ്പിക്കിലേക്ക് പോകാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വഴിത്തിരിവായിരുന്നു 1929 ലാഹോറിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം. പ്രസ്തുത സമ്മേളനത്തിൽ താഴെ പറയുന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടു. അപ്പം 1929 ലാഹോറിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുന്നു. അപ്പോൾ ഈ സമ്മേളനത്തിൽ ചില തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുന്നു. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് ഈ സമ്മേളനം പ്രഖ്യാപിച്ചു. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണ് എന്ന് പ്രഖ്യാപിച്ച INC സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനവും ഏത് തന്നെയാണ്? അത് 1929 ലാഹോർ INC സമ്മേളനത്തിലാണ്. ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധ സിവിൽ നിയമങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു ഇതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിക്കുന്നത്. ഈ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം സിവിൽ നിയമലംഘനം ഗാന്ധിജി തീരുമാനിച്ചത് ഏത് INC സമ്മേളനത്തിലാണെന്ന് ചോദിച്ചാൽ 1929 ലാഹോർ INC സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളായിരുന്നു: ഉപ്പിൻ്റെ നികുതി എടുത്തു കളയുക, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക, വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക, ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കുക. അപ്പോൾ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങൾ ആയിരുന്നു ഈ സിവിൽ നിയമം ലംഘിക്കുക എന്നതായിരുന്നു ഗാന്ധിജി ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളായിരുന്നു: ഉപ്പ് നികുതി എടുത്തു കളയുക, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക, വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതി ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, സൈനിക ചിലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക, ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കുക. അപ്പോൾ ഇവയൊക്കെയാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങൾ. ഇനി ഉപ്പ് സമരായുധമായി തിരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തായിരുന്നു എന്നാണ് പാഠഭാഗത്തിൽ അടുത്തതായിട്ട് പറയുന്നത്. ഉപ്പ് ഒരു സമരായുധമായി തിരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് അടുത്തത്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നികുതി വരുമാനത്തിൻ്റെ 2/5 ഉപ്പിനുമേൽ ചുമത്തുന്ന നികുതിയായിരുന്നു. അപ്പോൾ ഈ ബ്രിട്ടീഷ് സർക്കാർ എന്തായിരുന്നു? അവരുടെ നികുതി വരുമാനത്തിൻ്റെ 2/5 ഉപ്പിനുമേൽ ചുമത്തുന്ന നികുതിയായിരുന്നു. ദരിദ്രർക്ക് ഈ നികുതി വലിയ ഭാരമായിരുന്നു. തദ്ദേശീയരായ ചെറുകിട ഉപ്പുൽപാദകർക്കുമേൽ ഉപ്പുണ്ടാക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി.
ഉപ്പിൻ്റെ വില 3 മടങ്ങ് വർദ്ധിച്ചു. സാധാരണക്കാരെ ഉണർത്താൻ ഉതകുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഉപ്പ് നികുതി എടുത്തു കളയുക എന്നത്. നിയമലംഘന സമരത്തിൻ്റെ ശക്തി വിശദീകരിച്ചുകൊണ്ട് ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ്: 7 ലക്ഷം ഗ്രാമങ്ങളിലെ 10 പേർ വീതം ഉപ്പ് കുറക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഈ സർക്കാരിന് എന്ത് ചെയ്യുവാൻ കഴിയും? നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിൽ ഏറ്റവും നീചനായ സ്വേച്ഛാധിപതി പോലും സമാധാനപരമായി നിയമം ലംഘിക്കുന്ന ജനതയെ പീരങ്കി കൊണ്ട് നേരിടാൻ ഊറ്റം കാണിക്കുകയില്ല. നിങ്ങൾ ഒരൽപ്പം സ്വയം മാറാൻ തയ്യാറായാൽ നമുക്ക് ഈ സർക്കാരിനെ കുറഞ്ഞ സമയം കൊണ്ട് ക്ഷീണിപ്പിക്കുവാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ഉപ്പു സത്യാഗ്രഹത്തിന് പോകുന്നതിന് മുമ്പ് ഗാന്ധിജിയുടെ വാക്കുകളാണ് ഈ നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ ഗുജറാത്തിലാണ് ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധമായ സിവിൽ നിയമങ്ങളെ ലംഘിക്കുക എന്നുള്ളതായിരുന്നു സിവിൽ നിയമലംഘനം കൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ നിയമലംഘന സമരത്തിൽ സമരായുധമായി ഗാന്ധിജി തിരഞ്ഞെടുത്തതായിരുന്നു ഉപ്പ്. ഇനി ഗാന്ധിജിയുടെ കൂടെ ഈ ഉപ്പു സത്യാഗ്രഹത്തിൽ ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണശാലയിൽ സത്യാഗ്രഹത്തിൻ്റെ നേതാവായിരുന്നത് സരോജിനി നായിഡു ആയിരുന്നു. ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് വട്ടമേശ സമ്മേളനങ്ങളെക്കുറിച്ചാണ് ഈ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. വട്ടമേശ സമ്മേളനങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിലെ ജെയിംസ് പാലസിൽ 1930, 31, 32 എന്നീ വർഷങ്ങളിൽ 3 വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തു. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഗാന്ധിജി പങ്കെടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ: വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് എവിടെയാണ്? ലണ്ടനിലെ ജെയിംസ് പാലസിൽ. ഗാന്ധിജി പങ്കെടുത്തത് എത്രാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ്? 2ാം വട്ടമേശ സമ്മേളനത്തിൽ. 1931 2ാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. ഗാന്ധിജിയുടെ ആഹ്വാനം ഏറ്റെടുത്ത ജനങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉപ്പ് കുറുക്കി നിയമലംഘനത്തിൽ പങ്കാളികളായി. കേരളത്തിൽ പയ്യന്നൂർ, തമിഴ്നാട്ടിലെ വേദാരണ്യം, മഹാരാഷ്ട്രയിലെ ബോംബെ, ബംഗാളിലെ നവഖാലി, വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം തുടങ്ങിയവ നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായി മാറി. ഇവിടങ്ങളിൽ സമര വോളണ്ടിയർമാർ ഉപ്പുണ്ടാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ദേശീയ പതാക ഉയർത്തുകയും ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണശാലയിലേക്ക് സരോജിനി നായിഡുവിൻ്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട സത്യാഗ്രഹികളെ വളരെ നിഷ്ഠൂരമായ രീതിയിൽ ബ്രിട്ടീഷ് പോലീസ് നേരിട്ടു. അപ്പോൾ ഉപ്പു സത്യാഗ്രഹത്തിന് ഗുജറാത്തിലെ ധരാസനയിൽ നേതൃത്വം കൊടുത്തത് ആരാന്ന് നമ്മൾ പറഞ്ഞത്? സരോജിനി നായിഡു. ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുകയും സമരം ക്രൂരമായി അടിച്ചമർത്തുകയുമാണ് ചെയ്തത്. അപ്പോൾ ഈ നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ കേരളത്തിൽ എവിടെയായിരുന്നു? പയ്യന്നൂർ, തമിഴ്നാട്ടിൽ വേദാരണ്യം, മഹാരാഷ്ട്ര ബോംബെ, ബംഗാൾ നവഖാലി, പിന്നെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിലും. ഇവിടെ നിന്നെല്ലാം ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാട്ടോ. ഈ പ്രദേശങ്ങൾ കേരളത്തിൽ എവിടെയാണ് നിയമലംഘനത്തിന് ഉപ്പു സത്യാഗ്രഹത്തിന് വേദിയായത്? എവിടെയാണ്? പയ്യന്നൂർ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഗാന്ധിജിയുടെ ഒരു കോട്ടാണ് വീണ്ടും അവിടെ തന്നിരിക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കുകയില്ല. ഇതാര് പറഞ്ഞതാണ്? ഗാന്ധിജി. ഇതാര് പറഞ്ഞതാണെന്നൊക്കെ എക്സാമിന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി ജനങ്ങളോട് പറഞ്ഞ വാക്കുകളാണിത്. അപ്പോൾ ഗാന്ധിജി ജനങ്ങളോട് പറഞ്ഞതാണ് മുകളിൽ തന്നിരിക്കുന്ന ആ കോട്ട് കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായ ക്വിറ്റ് ഇന്ത്യ സമരത്തിനുള്ള ആഹ്വാനമായിരുന്നു ഇത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്
എന്താണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ഓഗസ്റ്റ് 8-നാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഗാന്ധിജി ആഹ്വാനം നൽകുന്നത്. INC ഗാന്ധിജിയുടെ ഇന്ത്യൻ നാഷണൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരവുമാണ് ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് പോകുന്നതിന് മുമ്പ് ഗാന്ധിജി ജനങ്ങളോട് നൽകിയ ഒരു ആഹ്വാനമാണ് നമുക്ക് മുകളിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ. എന്താണ്? ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. പ്രവർത്തിക്കുക, അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കുകയില്ല. അപ്പോൾ ഇത് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരത്തിന് പോകുന്നതിന് മുമ്പ് ജനങ്ങൾക്ക് നൽകിയ ആഹ്വാനമാണ്. 1942 ഓഗസ്റ്റ് 8. നോക്കാം, നമുക്കതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായ ക്വിറ്റ് ഇന്ത്യ സമരത്തിനുള്ള ആഹ്വാനമായിരുന്നു ഇതെന്ന് നമ്മൾ പറഞ്ഞു. സിവിൽ നിയമലംഘന സമരം പോലെ തന്നെ ജനകീയമായ മറ്റൊരു സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരവും. എല്ലാ അധികാരങ്ങളും ഇന്ത്യക്ക് കൈമാറി ഇന്ത്യ വിടാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിക്കുന്ന അഹിംസയിലൂന്നിയ ഒരു സമരമാണ് ഇതിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭാവനം ചെയ്തത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ചില ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം, വിലക്കയറ്റവും ക്ഷാമവും മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി, രണ്ടാം ലോക യുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന തോന്നൽ. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭാവനം ചെയ്ത സമരത്തിന് കാരണമായ ചില ഘടകങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യവും, വിലക്കയറ്റവും ക്ഷാമവും മൂലം ജനങ്ങളുടെ അതൃപ്തിയും, രണ്ടാം ലോക യുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന തോന്നലുമായിരുന്നു. ഈ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ്? നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം. കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്. സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോട് കൂറ് പരസ്യമാക്കണം. പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്കു നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം. സ്വാതന്ത്ര്യപ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ. നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം. കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്. സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോട് കൂറ് പരസ്യമാക്കണം. പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്ക് നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം. സ്വാതന്ത്ര്യപ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം. ഗാന്ധിജി അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത ബ്രിട്ടീഷ് സർക്കാർ പ്രക്ഷോഭത്തെ അതിക്രൂരമായിട്ടാണ് നേരിട്ടത്. അക്രമാസക്തരായ ജനങ്ങൾ പലയിടങ്ങളിലും ഗവൺമെൻറ് കെട്ടിടങ്ങൾ, ഇലക്ട്രിക് ലൈനുകൾ, ഗതാഗത മാർഗങ്ങൾ തുടങ്ങിയവ തകർത്തു. 1942 അവസാനിക്കുമ്പോൾ ഇന്ത്യയാകെ സമരത്തിൻ്റെ തീച്ചൂളയിലായിരുന്നു. സ്വാതന്ത്ര്യം നേടാനുള്ള ഇന്ത്യൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തിനുള്ള തെളിവായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. അപ്പോൾ സ്വാതന്ത്ര്യം നേടാനുള്ള ഇന്ത്യൻ ജനതയുടെ ദൃഢനിശ്ചയത്തിൻ്റെ തെളിവായിരുന്നു എന്ത്? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. നമുക്ക് നോക്കാം. വേറിട്ട വഴികൾ എന്നാണ് ഹെഡിങ് തന്നിരിക്കുന്നത്. പൊതുജന വികാരം നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിയപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞ വാക്കുകളായിരുന്നു. നമ്മളൊന്ന് പറഞ്ഞായിരുന്നു, പൊതുജന വികാരം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല. മഹാത്മയുടെ പ്രധാന കൂട്ടാളികളായ ദേശബന്ധു CR ദാസ്, മോത്തിലാൽ നെഹ്റു, ലാലാ ലജ്പത് റായ്, പിന്നെ ഞാനും ജയിലിൽ വെച്ച് പൊതുജനങ്ങളുടെ പ്രതിഷേധത്തോടൊപ്പം ചേർന്നു. മഹാത്മാഗാന്ധിയുടെ ഈ പിന്മാറ്റത്തിൽ ദുഃഖിതനും രോഷാകുലനുമായ ദേശബന്ധുവിനെയായിരുന്നു ഞാൻ ജയിലിൽ വെച്ച് കണ്ടത്. ഇതാരാണ് പറഞ്ഞത്? സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞതാണ്. ഏത് സാഹചര്യത്തിലാണെന്ന് ചോദിച്ചാൽ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചിരുന്നു.
ഇതിനെതിരെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളായിരുന്നു ഈ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ ഗാന്ധിയൻ സമരരീതികളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന പ്രസ്ഥാനങ്ങളും വ്യക്തികളും ഇന്ത്യൻ ദേശീയ സമരത്തിൽ നിർണായക പങ്കുവഹിച്ചിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം തന്നെയായിരുന്നു അവരുടെയും ലക്ഷ്യം. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്ത CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവർ 1923 സ്വരാജ് പാർട്ടി 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകി. നിയമനിർമ്മാണ സഭകളെ നമ്മൾ ബഹിഷ്കരിക്കുകയല്ല, മറിച്ച് പോരാട്ടത്തിനും ബദൽ അഭിപ്രായത്തിനുമുള്ള വേദികളാകണം എന്ന് അവർ ആവശ്യപ്പെടുകയും നിയമനിർമ്മാണ സഭകളിലേക്ക് മത്സരിക്കുകയും ചെയ്തു. ക്രമേണ ഗാന്ധിയൻ സമരരീതികളോടുള്ള വിയോജിപ്പ് കൂടുതൽ ശക്തമായ രീതിയിൽ പ്രകടമാക്കാൻ തുടങ്ങി. പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിൽ വിപ്ലവകാരികൾ ഡൽഹിയിൽ വെച്ച് 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖദേവ് തുടങ്ങിയവരായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. സായുധ വിപ്ലവത്തിനായി അവർ ആരംഭിച്ച സേനാ വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമി. കോളനി ഭരണം അട്ടിമറിക്കുകയും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് സായുധ വിപ്ലവം സംഘടിപ്പിക്കുകയുമായിരുന്നു അവരുടെ ലക്ഷ്യം. ദേശീയ നേതാക്കളിൽ ഒരാളായിരുന്നു ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തി ചാർജിന് ഉത്തരവാദിയായ സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവർ ചേർന്ന് ലാഹോറിൽ വെച്ച് വെടിവെച്ചു കൊന്നു. അപ്പോൾ ഈ ഗാന്ധിജിയുടെ നിസ്സഹകരണ സമരം പിൻവലിച്ചതിൻ്റെ അഭിപ്രായത്തിൽ, അതായത് ഗാന്ധിയൻ ആശയങ്ങളോട് ചേരാത്ത കുറച്ച് ആളുകൾ ചേർന്ന് എവിടത്തെയൊക്കെ നമ്മുടെ ഉത്തർപ്രദേശിലെയും പഞ്ചാബിലെയും രാജസ്ഥാനിലെയൊക്കെ കുറച്ച് ആളുകൾ ചേർന്ന് 1928 ഏത് പാർട്ടി രൂപീകരിച്ചു? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഇതിൻ്റെ നേതാക്കളായിരുന്നു ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖദേവ്. മോത്തിലാൽ നെഹ്റുവും CR ദാസും ചേർന്ന് 1923 രൂപീകരിച്ച പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയായിരുന്നു. പക്ഷേ എല്ലാവർക്കും അവരുടെ ചിന്താഗതികൾ പല രീതിയിലുള്ളതായിരുന്നു. അപ്പോൾ ഈ റിപ്പബ്ലിക്കൻ ആർമി അവരെന്ത് ചെയ്തു? ഇവർ ദേശീയ നേതാക്കളിൽ ഒരാളായിരുന്നു ലാലാ ലജ്പത് റായി. അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ചത് ഒരു ലാത്തി ചാർജിലൂടെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അതിന് കാരണമായ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു സാൻഡേഴ്സനെ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവർ ചേർന്ന് ലാഹോറിൽ വെച്ച് വെടിവെച്ചു കൊല്ലുന്നു. പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കരിനിയമങ്ങൾ പാസാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും ചേർന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് നേരെ ബോംബെറിഞ്ഞു. തുടർന്ന് അറസ്റ്റ് വരിച്ചു. 1931 മാർച്ച് 23 ഭഗത് സിംഗിനെയും സുഖദേവിനെയും രാജ്ഗുരുവിനെയും ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റി. അപ്പോൾ 1931 മാർച്ച് 23 ഭഗത് സിംഗിനെയും സുഖദേവിനെയും രാജ്ഗുരുവിനെയും ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി രൂപീകരിക്കപ്പെട്ട ചില വിപ്ലവ പ്രസ്ഥാനങ്ങളും അവരുടെ നേതാക്കളെയും നമ്മൾക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ അഭിനവ് ഭാരത് സൊസൈറ്റി ആരാണ്? VD സവർക്കർ. ഇതൊക്കെ ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. അഭിനവ് ഭാരത് സൊസൈറ്റി, VD സവർക്കർ. അനുശീലൻ സമിതി, ബരീന്ദ്രകുമാർ ഘോഷ്, പുലിൻ ബിഹാരി ദാസ്. ഗദ്ദാർ പാർട്ടി, ലാലാ ഹർദയാൽ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, സൂര്യ സെൻ. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി രൂപീകരിക്കപ്പെട്ട ചില വിപ്ലവ പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ നമ്മളോട് മാച്ച് ദ ഫോളോയിങ് തന്നിട്ട് കറക്റ്റായിട്ടുള്ളത് ഇതിലേതൊക്കെയാണ് കറക്റ്റ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അഭിനവ് ഭാരത് സൊസൈറ്റി VD സവർക്കർ, അനുശീലൻ സമിതി ബരീന്ദ്ര കുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസ്. ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യ സെൻ. ഭഗത് സിംഗും ബതുകേശ്വർ ദത്തിന് അയച്ച ഒരു കത്ത് നമുക്കിവിടെ തന്നിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം അതല്ലേ. പ്രിയ ആത്മമിത്രമേ, കേസിൻ്റെ വിധി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സാമ്രാജ്യത്വം എനിക്ക് തൂക്കുകയറാണ് വിധിച്ചിരിക്കുന്നത്.
ഈ ഇരുണ്ട ജയിലറകളിൽ മറ്റു തടവുകാരോടൊപ്പം ഞാനും തൂക്കിക്കൊല കാത്തിരിക്കുന്നു. ഒരു പക്ഷേ സഖാക്കളുടെ എല്ലാം പ്രാർത്ഥന ഏതു വിധേനയും ഈ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. എന്നാൽ എൻ്റെ കാര്യമാകട്ടെ ഇവരിൽ നിന്നും വ്യത്യസ്തമാണ്. എൻ്റെ ദേശത്തിനും ഞാൻ ജീവനോട് ചേർത്ത ആദർശത്തിനും വേണ്ടി തൂക്കുമരത്തെ ആശ്ലേഷിക്കാൻ ആ സുദിനവും കാത്തിരിക്കുകയാണ് ഞാൻ. അത്യാഹ്ലാദത്തോടുകൂടി ഞാൻ കൊലക്കുരുക്കിൽ കയറും. ധീരദേശാഭിമാനികൾ ഒരു ദേശത്തിനു വേണ്ടി എങ്ങനെയാണ് തങ്ങളുടെ പ്രാണൻ വെടിയുന്നത് എന്നത് ഞാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കും. വധശിക്ഷയാണല്ലോ എനിക്ക് വിധിച്ചിരിക്കുന്നത്. എന്നാൽ എന്നിൽ നിന്നും തികച്ചും വിഭിന്നമായി നിങ്ങൾക്ക് ജീവപര്യന്തം നാടുകടത്തിലുള്ള ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോഴും നിങ്ങൾ ജീവിക്കും. ജീവിതം അപ്രകാരം തുടരുമ്പോൾ നിങ്ങൾ ലോകത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത് സമര വിപ്ലവകാരികൾ തങ്ങളുടെ ആദർശങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാവുക മാത്രമല്ല ചെയ്യുന്നത്, ഏത് ആപത്ഘട്ടത്തെയും തലയുയർത്തിപ്പിടിച്ച് നേരിടാൻ തയ്യാറാണ് എന്നതാണ്. മൃത്യു ലൗകിക പ്രയാസങ്ങളിൽ നിന്നും ഒളിച്ചോടാനുള്ള ഒരു വഴിയാകരുത്. കൊലക്കയറിൽ നിന്ന് ഇറങ്ങി നടക്കാൻ കഴിഞ്ഞ വിപ്ലവ സഖാക്കൾ ജീവിക്കുകയും തങ്ങൾ കൊലമരത്തിലേറാൻ ഉത്സുകരാണെന്ന് മാത്രമല്ല, കൊഴുത്ത ഇരുട്ടിൻ്റെ ജയിൽ ഭിത്തികൾക്കുള്ളിൽ കിടന്ന് അതിക്രൂരമായ പീഡനങ്ങൾ പോലും സഹിക്കുകയും ചെയ്യുമെന്ന് ലോകത്തിന് പറഞ്ഞു കൊടുക്കുക. താങ്കളുടെ ഭഗത് സിംഗ്. സെൻട്രൽ ജയിലിൽ ലാഹോർ. 1930 നവംബറിൽ ഭഗത് സിംഗ് ബതുകേശ്വർ ദത്തിന് അയച്ച ഒരു കത്തായിരുന്നു ഇത്. അതായത് ഭഗത് സിംഗിന് തൂക്കിക്കൊല്ലാനും ബതുകേശ്വർ ദത്തിനെ ജീവപര്യന്തം നാട് കടത്താനുമാണ് ആ വിധി വന്നത്. അപ്പം അതിന് അദ്ദേഹം തൻ്റെ മിത്രത്തിന് അയച്ച കത്താണ്. അപ്പം തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ രാജ്യസ്നേഹത്തെ അല്ലേ, നമുക്കത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു രാജ്യസ്നേഹം ആർക്കായാലും ഉണ്ടാകും. അതുപോലെ ഉള്ള വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. 1931 മാർച്ച് 23 ഭഗത് സിംഗിനെയും സുഖദേവിനെയും രാജ്ഗുരുവിനെയും തൂക്കിലേറ്റുന്നത്. റഷ്യൻ വിപ്ലവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് 1930കളോടെ സോഷ്യലിസ്റ്റായ റഷ്യൻ വിപ്ലവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് 1930കളോടെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ആ ആശയങ്ങൾ കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗത്തെയും സ്വാധീനിച്ചു. ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായണൻ, അരുണ ആസിഫ് അലി എന്നിവർ ചേർന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകി. 1934 ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിൽ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു. അപ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് ആരുടെ നേതൃത്വത്തിലാണ്? ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ. എവിടെ ചേർന്ന സമ്മേളനത്തിലാണ്? ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിൽ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത്. ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി പ്രവർത്തകർ വളരെ സജീവമായിരുന്നു. ഗാന്ധിജി അടക്കമുള്ള കോൺഗ്രസിൻ്റെ മുൻനിര നേതാക്കളെല്ലാം അറസ്റ്റിലായപ്പോൾ ഒളിവിൽ നിന്നുകൊണ്ട് സമരത്തിന് ശക്തമായ പിന്തുണ നൽകിയത് ജയപ്രകാശ് നാരായണനും അരുണ ആസിഫ് അലിയുമായിരുന്നു. അപ്പോൾ ഗാന്ധിയൻ സമര രീതികളോട് പല ഘട്ടങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിച്ച ആളായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. കോൺഗ്രസ് വിട്ട അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി. ക്വസ്റ്റ്യനാണ്, സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച കോൺഗ്രസ് വിട്ടതിന് ശേഷം രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഫോർവേഡ് ബ്ലോക്ക്. ഗാന്ധിയൻ സമര രീതികളോട് പല ഘട്ടങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്ന നേതാവ് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. 2 ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ നിന്ന് കിട്ടി അല്ലേ. പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം അദ്ദേഹം ഏറ്റെടുത്തു അല്ലേ. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പാർട്ടി ഫോർവേഡ് ബ്ലോക്കും റാഷ് ബിഹാരി ബോസിൻ്റെ രൂപീകരിച്ച പാർട്ടിയായ INA നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു. മാറിപ്പോകരുതേ, ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസ്, പക്ഷേ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ
നേതൃത്വം അദ്ദേഹം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അത് രൂപീകരിച്ചത് ആരാണ്? അത് റാഷ് ബിഹാരി ബോസാണ്. സിംഗപ്പൂരിൽ വെച്ച് സ്വതന്ത്ര ഭാരതത്തിന് ഒരു താൽക്കാലിക ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചു. ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തൂത്തെറിയാനുള്ള സമരം നടത്തുക എന്നതായിരുന്നു താൽക്കാലിക ഗവൺമെൻറ്റിൻ്റെ പ്രധാന ചുമതല. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായി ഝാൻസി റാണി റെജിമെൻറ്റ് രൂപീകരിച്ചു. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഭാരതത്തിനായി ഒരു താൽക്കാലിക ഗവൺമെൻറ് എവിടെയാണ് രൂപീകരിച്ചത്? സിംഗപ്പൂരിൽ. ഇനി INA ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഝാൻസി റാണി റെജിമെൻറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ചുമതല മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിക്കായിരുന്നു. അപ്പോൾ INA വനിതാ വിഭാഗം മേധാവി ആരാണ്? മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിയായിരുന്നു. ജപ്പാന്റെ സഹായത്തോടെ സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യയുടെ വടക്കു കിഴക്കൻ അതിർത്തി വരെ എത്തുകയും ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു. ക്വസ്റ്റ്യൻ വരാം. ജപ്പാന്റെ സഹായത്തോടെ INA ദേശീയ പതാക ഉയർത്തിയ സ്ഥലം ഏതാണ്? ഇംഫാൽ. അതിൻ്റെ ഉത്തരം എന്താണ്? ഇംഫാൽ എന്നായിരുന്നു. ഇനി നമുക്ക് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വാഞ്ചി അയ്യർ. ആരാണ് വാഞ്ചി അയ്യർ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വാഞ്ചി അയ്യർ. ജനകീയ പ്രക്ഷോഭങ്ങൾ നിഷ്ഠൂരമായി അടിച്ചമർത്തിയിരുന്ന തിരുനെൽവേലി ജില്ലാ കളക്ടറായിരുന്ന റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷയെ 1911 ജൂലൈ 17 തമിഴ്നാട്ടിലെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വാഞ്ചി അയ്യർ വെടിവെച്ചു കൊല്ലുന്നു. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ അദ്ദേഹം ആത്മഹൂതി ചെയ്തു. വാഞ്ചി അയ്യരുടെ പ്രവൃത്തിയെപ്പറ്റി മാഡം കാമ തൻ്റെ വന്ദേ മാതരം പ്രസിദ്ധീകരണത്തിൽ ഇങ്ങനെയാണ് എഴുതിയത്: വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്നും ഉയർത്തി. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? വാഞ്ചി അയ്യർ. 1911 ജൂലൈ 17 തമിഴ്നാട്ടിലെ ഏത് റെയിൽവേ സ്റ്റേഷനിലാണ്? മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വാഞ്ചി അയ്യർ ആരെയാണ് വെടിവെച്ച് കൊന്നത്? തിരുനെൽവേലി ജില്ലാ കളക്ടറായിരുന്ന റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷയെ വെടിവെച്ച് കൊല്ലുന്നു. എന്നിട്ട് അദ്ദേഹം എന്തു ചെയ്തു? ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ അദ്ദേഹവും ആത്മഹത്യ ചെയ്തു. അപ്പം മാഡം കാമ തൻ്റെ വന്ദേമാതരം എന്ന പ്രസിദ്ധീകരണത്തിൽ വാഞ്ചി അയ്യരെ പറ്റി പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ്: വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്നും ഉണർത്തി. ഇനി തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങൾ. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം ഇന്ത്യയിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനിടയാക്കി. ആദ്യകാലത്ത് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട തൊഴിലാളി സംഘടനകളാണ് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, മദ്രാസ് ലേബർ യൂണിയൻ. 1920 NM ജോഷി, ലാലാ ലജ്പത് റായി എന്നിവർ മുൻകൈയെടുത്ത് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUC രൂപീകരിച്ചു. അപ്പോൾ ആരൊക്കെ ചേർന്നിട്ടാണ് 1920 AITUC രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ NM ജോഷിയും ലാലാ ലജ്പത് റായിയും ചേർന്നിട്ടാണ്. ഈ സംഘടനയുടെ 3 പ്രധാന ലക്ഷ്യങ്ങളാണ് പറയുന്നത്: തൊഴിലാളി വർഗമെന്ന നിലയിൽ സംഘടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക, ഇന്ത്യൻ തൊഴിലാളി വർഗം രാജ്യത്തിന് പുറത്തുള്ള തൊഴിലാളി വർഗവുമായി ചേർന്ന് പ്രവർത്തിക്കുക, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സജീവ പങ്കുവഹിക്കുക. ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങളും സെമീന്ദാർമാരുടെ ചൂഷണവും കാർഷിക ഉൽപ്പന്നങ്ങൾക്കുണ്ടായ വിലയിടിവും കർഷകരുടെ ഇടയിൽ കൂട്ടായ്മയുടെ ആവശ്യകത ബോധ്യപ്പെടുത്തി. ഇത് കർഷക പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. NG രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ ശ്രമഫലമായി ലാഹോറിൽ വെച്ച് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിതമായി. പിൽക്കാലത്ത് ഈ അഖിലേന്ത്യാ കിസാൻ സഭ എന്ന പേര് സ്വീകരിച്ചു. ബോംബെയിൽ അഖിലേന്ത്യാ കിസാൻ സമിതി സമ്മേളനത്തിൽ വെച്ച് കർഷകരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു
കിസാൻ മാനിഫെസ്റ്റോയ്ക്ക് രൂപം നൽകി. ഇതിൽ ഉൾപ്പെടുത്തിയിരുന്ന ചില ആവശ്യങ്ങൾ താഴെ തന്നിട്ടുണ്ട്. ഭൂനികുതിയും പാട്ടവും 50% കുറയ്ക്കുക. എന്തായിരുന്നു? ഭൂനികുതിയും പാട്ടവും 50% കുറയ്ക്കുക. കടങ്ങൾ മരവിപ്പിക്കുക. കടങ്ങൾ എന്ത് ചെയ്യണം? മരവിപ്പിക്കണം. അതായത് കടങ്ങളൊക്കെ റദ്ദ് ചെയ്യണം. അതുപോലെ തന്നെ ഫ്യൂഡൽ നികുതികൾ റദ്ദാക്കുക. കർഷക തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കുക. കർഷക യൂണിയനുകളെ അംഗീകരിക്കുക. അപ്പോൾ ഇവയൊക്കെ ആയിരുന്നു ഇവരുടെ അഖിലേന്ത്യാ കിസാൻ സമിതിയുടെ ആവശ്യങ്ങൾ. കർഷകരുടെയും തൊഴിലാളികളുടെയും ഒത്തുചേരലും പ്രതിഷേധവും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ഉണർവ് നൽകി. ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ നയങ്ങളെയും ഇന്ത്യയിൽ നിലനിന്ന ഫ്യൂഡൽ വ്യവസ്ഥയെയും ഒരുപോലെ എതിർത്ത തൊഴിലാളികളുടെ കർഷകരുടെയും നിലപാടുകൾ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ കലാപങ്ങൾക്കും സമരങ്ങൾക്കും വഴിതെളിച്ചു. അപ്പോൾ നമ്മളോട് ചോദിക്കും പരീക്ഷയ്ക്ക്, എവിടെയൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാന തൊഴിലാളി കർഷക സമരങ്ങൾ നടന്ന സ്ഥലങ്ങൾ? തോഫാക്ക സമരം എവിടെയാണ് നടന്നത്? ബംഗാളിലാണ് തോഫാക്ക സമരം. തെലുങ്കാന എവിടെ? ആന്ധ്രാപ്രദേശ്. നാവിക കലാപം എവിടെയാണ്? ബോംബെ. ഇതൊക്കെ നമ്മളോട് വീണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാട്ടോ. ഈ ബോക്സിലിട്ടിരുന്നൊക്കെ പ്രത്യേകം നമ്മൾ പഠിക്കണേ. തോഫാക്ക സമരം ബംഗാൾ, തെലുങ്കാന സമരം ആന്ധ്ര, നാവിക കലാപം ബോംബെ. അടുത്ത ഹെഡിങ് ആണ് സ്വാതന്ത്ര്യത്തിലേക്ക്. രണ്ടാം ലോക മഹായുദ്ധം ലോകത്താകമാനം സാമ്രാജ്യത്വത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. ബ്രിട്ടൻ സാമ്പത്തികമായി ദുർബലമാവുകയും അതുവഴി കോളനികൾ നിലനിർത്താനുള്ള ശേഷി നഷ്ടപ്പെടുകയും ചെയ്തു. ഏഷ്യയിലും ആഫ്രിക്കയിലും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടതും ലോകത്തെ വൻ ശക്തികളായി വളർന്നു വന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും കോളനി വാഴ്ചയ്ക്കെതിരായി നിലപാടെടുത്തതും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടനെ നിർബന്ധിതമാക്കി. ഇന്ത്യയോട് അനുഭാവം പുലർത്തിയിരുന്ന ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി ബ്രിട്ടനിൽ അധികാരത്തിൽ വന്നതും സ്വാതന്ത്ര്യ സമ്പാദനം എളുപ്പമാക്കി. അപ്പോൾ ഇന്ത്യയോട് അനുഭാവം ഉണ്ടായിരുന്ന ബ്രിട്ടനിലെ നേതാവ് ആരായിരുന്നു? അത് ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു കേട്ടോ. എന്നാൽ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ സർവേന്ത്യ ലീഗും പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് ഈ പ്രശ്നം പരിഹരിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ ഇന്ത്യയുടെ വൈസ്രോയിയായി നിയമിച്ചു. ഇന്ത്യയെ വിഭജിക്കാൻ അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന് വാദിച്ച മൗണ്ട് ബാറ്റൻ അതിനുവേണ്ടി തയ്യാറാക്കിയതാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. അപ്പം ആരാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി തയ്യാറാക്കിയത്? ഇന്ത്യയോട് അനുഭാവം പുലർത്തിയിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു ക്ലെമന്റ് ആറ്റ്ലി. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഏതാണ്? ലേബർ പാർട്ടി. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി ക്ലെമന്റ് ആറ്റ്ലി ആരെയാണ് വൈസ്രോയി ആയിട്ട് ഇന്ത്യയിലേക്ക് അയക്കുന്നത്? മൗണ്ട് ബാറ്റനെ അയക്കുന്നു. ഇന്ത്യയെ വിഭജിക്കാൻ അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന് ഇന്ത്യനെ വിഭജിക്കാതെ അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന് വാദിച്ചത് ആരാണ്? മൗണ്ട് ബാറ്റൻ പ്രഭു ആയിരുന്നു. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാക്കിയ പ്ലാനാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ മൗണ്ട് ബാറ്റൻ പദ്ധതി ആരാണ് കൊണ്ടുവന്നത്? വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ മൗണ്ട് ബാറ്റൻ പദ്ധതി അനുസരിച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കേണ്ടതാണ്. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കേണ്ടതാണ്. വടക്കു പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് ഒരു ഹിതപരിശോധന നടത്തുന്നതാണ്. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു മൗണ്ട് ബാറ്റൻ തൻ്റെ പദ്ധതിയിൽ പറഞ്ഞത്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്താണ്? ഒരു പ്രത്യേക രാജ്യം അനുവദിക്കണം. പഞ്ചാബിനെയും ബംഗാളിനെയും രണ്ടായിട്ട് വിഭജിക്കണം.
വടക്ക് പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേരണോ അതോ ഇന്ത്യയിൽ ചേരണോ എന്നുള്ളതിനൊരു ഹിതപരിശോധന നടത്തണം. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കണം. ഇതൊക്കെയായിരുന്നു മൗണ്ട് ബാറ്റന്റെ പദ്ധതികൾ. ഇനി നമുക്ക് ഇവിടെ പറയേണ്ട ഒരു പേരാണ് നമ്മുടെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആരാണ്? അതിർത്തി ഗാന്ധി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാവാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അപ്പം ഇന്ത്യയുടെ വിഭജനത്തെ ശക്തമായി എതിർത്ത നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹത്തെ ഇന്ത്യയുടെ വിഭജനം വളരെയധികം ദുഃഖിപ്പിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടി നിലകൊണ്ട അദ്ദേഹത്തെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. ഇന്ത്യ ഗവൺമെന്റ് പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകി അദ്ദേഹത്തെ രാഷ്ട്രം ആദരിച്ചിട്ടുണ്ട്. അപ്പം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ഇനി കോൺഗ്രസും സർവേന്ത്യ ലീഗും ഈ പദ്ധതി അംഗീകരിച്ചു. ഏത് പദ്ധതി? മൗണ്ട് ബാറ്റൻ പദ്ധതി. കോൺഗ്രസ്സുകാരും സർവേന്ത്യ ലീഗും മൗണ്ട് ബാറ്റൻ പദ്ധതി അംഗീകരിച്ചു. ദെൻ ഇവിടെ എന്താണ് സംഭവിച്ചത്? എന്നാൽ ഖാൻ അബ്ദുൽ ഗാഫറിനെ പോലെ ദേശീയവാദികൾ ഇതിനെ എതിർത്തു. 1947 ജൂലൈയിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കി. ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്നാ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത്? 1947 ജൂലൈയിലാണ്. ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ 2 സ്വതന്ത്ര രാജ്യങ്ങൾ നിലവിൽ വന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന സമരമായി മാറിയത് എങ്ങനെയാണെന്നാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ ആശയങ്ങളും സമരരീതികളുമാണ് ഇതിൽ പ്രധാന പങ്ക് വഹിച്ചത്. ഗാന്ധിയൻ രീതിയിൽ നിന്നും വ്യത്യസ്തമായ സമരമാർഗങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ? സുഭാഷ് ചന്ദ്രബോസ്, മോത്തിലാൽ നെഹ്റു, CR ദാസ്, ഭഗത് സിംഗ് ഇവരൊക്കെ എങ്ങനെയാണ് ഗാന്ധിയൻ ആദർശങ്ങളിൽ നിന്നും വിട്ടുനിന്നു. എല്ലാവരുടെയും ലക്ഷ്യം ഒന്നായിരുന്നെങ്കിലും ഇവരുടെ എല്ലാം രീതികൾ വേറെ വേറെയായിരുന്നു. ഇത്തരത്തിൽ വ്യത്യസ്ത ധാരികളിലൂടെ ശക്തി പ്രാപിച്ച ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഫലമായിട്ട് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അപ്പോൾ വളരെയധികം പലരും രക്തസാക്ഷികളായി അല്ലേ? ഒത്തിരി പേരുടെ രക്തസാക്ഷിത്വത്തിലൂടെയാണ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അതിന് ഒരുപാട് സമരരീതികൾ ആവിഷ്കരിച്ചിരുന്നു. പ്രാദേശിക സമരങ്ങളും ദേശീയ സമരങ്ങളും വേറിട്ട രീതിയിലുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളും തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളും എല്ലാം വന്നിരുന്നു. എന്നാലും പ്രാദേശിക സമരങ്ങളെന്ന് പറയുമ്പോൾ ഗാന്ധിജിയുടെ ആദ്യത്തെ ചമ്പാരനിലെ സത്യാഗ്രഹം 1917 അഹമ്മദാബാദ് തുണിമിൽ സമരം ഗുജറാത്ത് 1918, ഖേദ കർഷക സമരം 1918 ഗുജറാത്ത്. അതുപോലെ തന്നെ നിസ്സഹരണ സമരം. എന്താണ് ഗാന്ധിജി നിസ്സഹരണ സമരം പിൻവലിക്കാനിടയായ സാഹചര്യം? ചൗരി ചൗര സംഭവം. എത്ര പോലീസുകാരാണ് കൊല്ലപ്പെട്ടത്? 22 പോലീസുകാരാണ് കൊല്ലപ്പെട്ടത്. ചൗരി ചൗര സംഭവത്തിൻ്റെ വർഷം ഏതാണ്? 1922. ഇനി സിവിൽ നിയമലംഘനമാണെങ്കിലോ 1930. എന്തായിരുന്നു പ്രധാന ആയുധം? ഉപ്പായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരം അല്ലേ? ക്വിറ്റ് ഇന്ത്യ ആഹ്വാനം ചെയ്തത് 1942 ഓഗസ്റ്റ് 8 അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ആശയങ്ങളിൽ നിന്നും വേറിട്ട് CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. 1923 സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊണ്ടു അല്ലേ? സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊണ്ടു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പല വിപ്ലവ പ്രസ്ഥാനങ്ങളും ഫോർവേഡ് ബ്ലോക്ക്, ഇന്ത്യൻ നാഷണൽ ആർമി പോലെയുള്ള പല വിപ്ലവ പ്രസ്ഥാനങ്ങളും രൂപം കൊണ്ടു. കോൺഗ്രസിൽ തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് 1934 അതുപോലെ തൊഴിലാളി കർഷക സമരങ്ങൾ നമ്മൾ പറഞ്ഞു. തോഫാക സമരം ബംഗാള്, തെലങ്കാന സമരം ആന്ധ്രാപ്രദേശ്, നാവിക കലാപം ബോംബെ.
നമ്മൾ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പായി നമ്മുടെ മൗണ്ട് ബാറ്റൻ വന്ന് നമ്മളെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം അവരാഗ്രഹിക്കുകയാണെങ്കിൽ നൽകണമെന്ന് പറഞ്ഞു. അതുപോലെ മൗണ്ട് ബാറ്റൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? പഞ്ചാബിനെയും ബംഗാളിനെയും രണ്ടായിട്ട് വിഭജിക്കണം, വടക്കു പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണോ അതോ ഇന്ത്യയിലേക്ക് വരണോ എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഹിതപരിശോധന നടത്തണം. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണ്ണയ കമ്മീഷനെ നിയമിക്കണം എന്നൊക്കെയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ പറയുന്നത്. ഇതെല്ലാത്തിനും ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരണമെന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കിയ വർഷം ഏതാണ്? 1947 ജൂലൈ ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എന്ന് കിട്ടി? 1947 ഓഗസ്റ്റ് 15. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് 10ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്കിലെ 10ാം ക്ലാസ്സിലെ ഏത് പാഠമാണ്? പാഠം 7 സമരവും രീതിയും. പാഠം 6 10ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്കിലെ 6ാമത്തെ പാഠമായ സമരവും സ്വാതന്ത്ര്യവും എന്ന് പറഞ്ഞ പാഠമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഈ പാഠത്തിൽ നിന്നും 10ാം ക്ലാസ് പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? നിങ്ങൾ പാഠം നല്ലതുപോലെ കേൾക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റായിട്ടിടുക. ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ക്ലാസ് കേൾക്കുക, കാണുക, മനസ്സിലാക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്